മനോജ, നമ്മളെ ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുന്നത് ഒരു എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രധാന വാർത്തയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതേസമയം അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ള രീതിയിൽ പറയേണ്ടിയിരിക്കും. അതായത് കഴിഞ്ഞ ദിവസം പല ഗ്രൂപ്പുകളിലും എനിക്ക് പേഴ്സണലി വന്ന ഗ്രൂപ്പുകളിൽ വന്നതാണ് പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി കൊടുക്കേണ്ട അതിലെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ലാന്ന് ഈ ഒരു കോടതി വിധി വന്നത്. അത് എല്ലാവരും ആഘോഷിച്ചു. കുറേ പേര് അതിനകത്ത് പറഞ്ഞു നമ്മൾ പൊറോട്ട ഫാൻസിന് വേണ്ടി ചോദിക്കാൻ ആരും ഇല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. വാർത്താ ചാനലുകളൊന്നും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറയുന്നത് നമ്മൾ ഡെയിലി ഉള്ള ഒരാൾ കടന്ന് ഒരു മലയാളി ശരാശരി മലയാളി കടന്നു പോകുന്ന ഒരു ദിവസത്തിൽ കടപ്പം, അതായത് ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ ആശ്രയിക്കുന്നത് ഇത് ഹോട്ടലുകൾ, അതുപോലെ തന്നെ പൊറോട്ടയോടൊപ്പം കിട്ടുന്ന ഗ്രേവി, ചിലപ്പോൾ ബീഫൊന്നും വാങ്ങാൻ ചിലപ്പോൾ പൈസ ഇല്ല. സ്റ്റുഡൻസിനൊക്കെ അതൊക്കെ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗ്രേവി ഇനി കൊടുത്തില്ല എങ്കിലും പ്രശ്നമില്ലാന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് മനോജ, ഒരു പൊറോട്ട ഫാൻ എന്ന രീതിയിൽ എന്താണ് പറയുന്നത്? അതായത് ശരത്, ബേസിക്കലി ഞാൻ പൊറോട്ട ഫാൻ തന്നെയാണ്. എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റെഗുലറായിട്ട് കഴിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബേസിക്കലി അങ്ങനെ ഗ്രേവി ഒരുപാട് ഒഴിച്ച് ഇങ്ങനെ പൊറോട്ട കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊറോട്ട ഉണ്ടെങ്കിൽ ഒരു കോംബോ ആയിട്ട് കറി മേടിച്ച് അത് കഴിക്കുക, അല്ലെങ്കിൽ ഡ്രൈ കറികൾ മേടിക്കുക. അപ്പോൾ എനിക്കിതൊരു വലിയ അടിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ശരത്ത് പറഞ്ഞ വളരെ വാലിഡ് ആയൊരു പോയിന്റാണ്. അപ്പോൾ ഒരു കറിക്കൊക്കെ എന്തായാലും ഒരു പൊറോട്ട ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. കഴിച്ചാൽ അവിടെ കിടന്നോളും എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്. ചാറ് ഫ്രീ ആയിട്ടൂടെ കിട്ടുമ്പോൾ അതൊരു ഫുൾ മീല് പോലെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല ശരത്ത്, ഇത് ഒരു കമ്മീഷന്റെ വിധിയായി വരുന്നതിനൊരു വലിയ ചരിത്രമുണ്ട്. ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. ഈ 2024 എറണാകുളത്താണ് ഈ സംഭവം തുടങ്ങുന്നത്. കോലഞ്ചേരിയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് എറണാകുളംകാരൻ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവി തന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാവുന്നു. താലൂക്ക് സപ്ലൈ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. അപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഓഫീസർ പറഞ്ഞു, നോക്കുക, അങ്ങനെ ഗ്രേവി തരാൻ നയമൊന്നുമില്ല എന്ന് പറയുന്നു. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് നിയമം ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്ന ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, തനിക്ക് അവിടുന്ന് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പുള്ളി ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിലേക്ക് എത്തുന്നു. അവിടുന്നും കമ്മീഷനും പറയുന്നത് പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി കൊടുക്കാൻ നയമൊന്നുമില്ല. മാത്രമല്ല അയാൾ അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് തരാമെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടൊരു മീല് കഴിക്കുന്ന ഒരാൾക്ക് ഇത് വലിയൊരു സംഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഈ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇനി മറ്റുള്ളവർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരെ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തട്ടുകടകളുടെ ഒരു ഡെസ്റ്റിനേഷനാണ് തിരുവനന്തപുരം. എല്ലായിടത്തും തട്ടുകടകളാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, വലിയ പാത്രങ്ങളിൽ ഈ അവർ നമുക്ക് ഒന്നെങ്കിൽ പൊറോട്ട തരും, അല്ലെങ്കിൽ ദോശ തരും, ചമ്മന്തി എന്തെങ്കിലും തന്നു കഴിഞ്ഞാലും ഈ ചമ്മന്തി, സാമ്പാർ, ഇങ്ങനത്തെ ഗ്രേവിയുടെ പാത്രങ്ങൾ അങ്ങ് വെക്കും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. ഒരു നിശ്ചിത അളവൊന്നും തട്ടുകടകൾ വെക്കാറില്ല. വളരെ ചീപ്പാണ്, ഞാൻ പറയുന്നത് ചീപ്പ് ആൻഡ് നല്ല ക്വാളിറ്റി ഫുഡ് നമുക്ക് തട്ടുകടകളിൽ നിന്ന് ലഭിക്കാറുണ്ട്. അവരെങ്ങാനും ഇതൊക്കെ കമ്മീഷന്റെ ഉത്തരവെങ്ങാനും പറഞ്ഞാൽ അത് പണിയാവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വിഷമം തോന്നുന്നത് ഇപ്പോൾ ഇയാൾ കംപ്ലൈന്റ് കൊടുത്തതിനെതിരെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമ്മുടെ ഹോട്ടലുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കണമെന്നില്ല. ഇപ്പം മാത്രമല്ല, പലയിടത്ത് വേണമെങ്കിൽ ഒരു ഗ്രേവിക്കൊപ്പം പിന്നെ ചിലപ്പോൾ സലാഡ് തരും, അതിനോടൊപ്പം എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ തരും. ഇതിവിടെ ഒരു കോമ്പറ്റീഷൻ കൂടി ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഹോട്ടലുകാർ കൊടുക്കുന്ന ഒരു മാന്യത, അതായത് അവർക്ക് ഇനിയും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു രീതിയിൽ കൊടുക്കുന്ന ഒരു ബോണസ് എന്ന രീതിയിൽ പറയാം. അല്ലാണ്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടില്ല. ഇപ്പൊ തട്ടുകടയിൽ നിന്ന് അവർക്ക് കറി മേടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഗ്രേവി സൗജന്യമായിട്ട് കൊടുക്കാറില്ല. ഭൂരിഭാഗം എറണാകുളത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ അത് നേരെ തിരിച്ചാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഇത് വെറുതെ ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി ചിലവുണ്ട്, എണ്ണ ചിലവാക്കണം, ഗ്യാസ് ചിലവാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമുക്ക് തരുന്ന രീതിയിൽ അങ്ങനെ കഴിക്കണം. നമ്മൾ ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് ഹോട്ടലുകാരുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ വിലക്കയറ്റമാണ്. ഇപ്പൊ സവാളയ്ക്ക് പോലും നമുക്കറിയാം, അതിനകത്ത് സവാള മെയിനായിട്ട് മാത്രമല്ല അത് എന്തെങ്കിലും ഫ്ലേവേർഡ് ഗ്രേവിയാണ് അല്ലേ. ഇപ്പോൾ ചിക്കന്റെ പാർട്സോ അല്ലെങ്കിൽ ബീഫിന്റെ പാർട്സോ ഇട്ട ഗ്രേവികളാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ ഒരാളല്ലല്ലോ കടയിൽ കയറുന്നത്, ഒരുപാട് പേർ കടയിൽ കയറുമ്പോൾ ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി അവർക്കൊരു വലിയ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതൊരു സൗജന്യം പോലെ കൊടുത്തോണ്ടിരിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ പരാതിക്ക് പോകുന്ന പറയുന്നത് അതൊരു മോശം ആയിട്ടുള്ള കാര്യം പോലെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. നമ്മള് നേരത്തെയൊക്കെ ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ചിലപ്പോൾ അങ്ങനെ കൊടുക്കണം എന്ന രീതിയായിരിക്കും. പക്ഷേ ഈ ഒരു വിധി വന്നതോടെ വെള്ളം കൊടുക്കണമെന്നുണ്ട്. വെള്ളം സൗജന്യമാണ്. ഞാൻ പറയാം, മിനറൽ വാട്ടറിലെ ബോട്ടിലല്ല, അല്ലാത്ത വെള്ളം സൗജന്യമായിട്ട് കൊടുക്കണം എന്നൊക്കെയുണ്ട്. ഹോട്ടലിന് ഉള്ളൊരു ഇതൊക്കെയാണ്. പക്ഷേ ഭക്ഷണ പദാർത്ഥത്തിൽ ഒന്നാണ് ഗ്രേവി എന്ന് പറയുമ്പോൾ അത് ചീപ്പാണ്. പിന്നെ കോസ്റ്റ്ലി മാത്രമല്ല, പണ്ട് പോലെ എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണ്, സത്യം പറയാം, പൊറോട്ട ഒരു അണ്ടർ റേറ്റഡ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത്
ഒരുപാട് പ്രയത്നമുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിന് വേണ്ടി. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എഫേർട്ട്, ഇങ്ങനെ അടിക്കുന്ന കായികമായിട്ട് ഒരുപാട് ജോലി കൂടിയുണ്ട്. അതേസമയം സിമ്പിൾ ആയിട്ട് ഒരു തവിയിലെടുത്ത് കോരി ഒഴിക്കുന്ന ഒരു മസാല ദോശയ്ക്ക് ഇവിടെ നെയ് റോസ്റ്റിന്റെ സാധാ പ്ലെയിൻ ദോശയ്ക്കൊക്കെ 100 രൂപ വരെ ഈടാക്കുന്നുണ്ട്. അതേസമയം 12 രൂപയുള്ള ഒരു പൊറോട്ടയ്ക്ക്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നിട്ടും അതിനൊപ്പം ഗ്രേവി കൂടി തരികയാണ്. അപ്പൊ നമ്മൾ കുറെ മനസ്സിലാക്കി ഇതിന്റെ പിറകിൽ കുറെ കഷ്ടപ്പാട് കൂടിയുണ്ട് അവർ തരുന്ന ഒരു രീതി വെച്ചിട്ടുണ്ട്. കാരണം മാത്രമല്ല ഇവിടെ നേരത്തെ പറയുന്നത് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ഇവിടെ ഇപ്പൊ 2 ടൈപ്പ് ഗ്രേവി കൊടുക്കുന്നതുകൊണ്ട് മധുരയിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി അപ്പുറമാണ്. മധുരയിൽ ഒരു ബൺ പൊറോട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 ഗ്രേവിയാണ് അവർ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്വീകാരം, ഇപ്പൊ നമുക്ക് പൈസ എത്ര ഈടാക്കിയാലും നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ആളുകൾ അതിന്റെ പേരിൽ കയറും. അതെ, അപ്പൊ നമ്മൾ രുചി മാത്രമല്ല, ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കണം. നമ്മളെ സ്വീകരിക്കുന്ന രീതി ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഒരു രീതിയിലും എന്ത് പറയാനാണ്, നമ്മളെ വേണമെങ്കിൽ തിന്നിട്ട് പോകുന്ന രീതിയിൽ തന്നിട്ട് ഇറങ്ങിട്ടൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളവർ നമുക്ക് എത്ര രുചി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കയറില്ല. അപ്പൊ ഇത്ര ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗം കൂടിയാണ് ഗ്രേവി നൽകുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം തരുന്നവർ തരട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക മാന്യമായിട്ട് ഇതിനൊപ്പം ഗ്രേവി സൗജന്യമായിട്ടുണ്ട്. ചിലപ്പോൾ ഗ്രേവി ഇല്ലെങ്കിൽ ചിക്കന്റെ ഗ്രേവി ഫ്രീ ആയിട്ട് തരുന്ന വലിയ ഹോട്ടലുകാരും ഇവിടെയുണ്ട്. അപ്പം അയ്യോ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട്. അതുകൊണ്ട് ഇത്തരം പരാതിയിലൂടെ ഹോട്ടലുകാർ വീണ്ടും ചിന്തിപ്പിച്ച് ഇനി ഉള്ള ഗ്രേവി കൂടെ ഇല്ലാതെ പോകുന്നതാണ് എനിക്കൊരു പേടിയായിട്ടുള്ളത്.